Hi guys, welcome to my channel. I hope you all are doing well. ഇന്നത്തെ വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് സാരി ഡ്രൈപ്പിംഗ് എങ്ങനെ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈസി രീതിയിൽ സാരി ഡ്രൈപ്പിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ഞാൻ ഇത് നോർമൽ സാരി അല്ല, അതുപോലെ തന്നെ നമ്മൾ സാരിനെ പ്രീ പ്ലീറ്റിംഗ് ചെയ്ത് ബോക്സ് ഫോൾഡിങ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സാരി എങ്ങനെയാണ് ഈസി രീതിയിൽ 5 മിനിറ്റിൽ അത് എങ്ങനെയാണ് വിയർ ചെയ്യുക എന്നതിനെ പറ്റിയിട്ടാണ് ഇതിലൂടെ ഷെയർ ചെയ്യുന്നത്. ഈ സാരി പ്രീ പ്ലീറ്റിംഗ് ബോക്സ് ഫോൾഡിങ് ചെയ്ത സാരിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് എങ്ങനെയാണ് വിയർ ചെയ്യുന്നത് ഒത്തിരി പേർക്ക് ഡൗട്ട് ഉണ്ട്. എൻ്റെ അടുത്ത് ഒത്തിരി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വിചാരിച്ച് അതിനെപ്പറ്റി ഒരു വീഡിയോ ഇടാന്ന്. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം. അപ്പോൾ നമുക്കത് എങ്ങനെ നോക്കാവേ. അതിനു മുമ്പ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, കം ഓൺ. അപ്പോൾ നമുക്ക് സാരി ഡ്രൈപ്പിംഗ് ചെയ്യാം. അപ്പോൾ അതിൽ ഞാൻ ആൾറെഡി ഞാനിതിൽ പ്രീ പ്ലീറ്റ് ചെയ്ത് അതുപോലെ തന്നെ ബോക്സ് ഫോൾഡ് ചെയ്ത് വെച്ച സാരിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈസി ആയിട്ട് വിയർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ഫ്രണ്ട് പ്ലീറ്റ്സ്, പല്ലു പ്ലീറ്റ്സ്, അതുപോലെ ചെസ്റ്റ് പ്ലീറ്റ്സ് എല്ലാം സെപ്പറേറ്റ് നല്ലപോലെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനത് പ്രത്യേകിച്ച് സാരി ഉടുക്കാൻ ശ്രദ്ധിക്കേണ്ടത് സാൻഡിൽസ് ഇട്ടിട്ട് വേണം സാരി ഉടുക്കാൻ കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഇടുപ്പിൻ്റെ അവിടെ ചുറ്റും റൗണ്ട് ഒന്ന് നല്ലപോലെ ഒന്നൊക്കെ ഇട്ട് വെച്ച ശേഷം നമുക്ക് ഒരു റൗണ്ട് എടുത്ത് എല്ലാം ചെയ്ത ശേഷം പിന്നീട് എഗെയിൻ ഒരു റൗണ്ട് എടുത്ത് നമ്മുടെ ഷോൾഡറിൽ നമ്മുടെ പല്ലു പ്ലീറ്റ്സ് വെച്ച് അവിടെ സേഫ്റ്റി പിന്ന് ഷോൾഡർ ബ്ലൗസോട് ചേർന്നിട്ട് ഒരു പിൻ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ്, അത് അവിടെ കഴിഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ അണ്ടർസ്കേർട്ട് ശ്രദ്ധിക്കേണ്ടത് ലെഫ്റ്റ് സൈഡിലല്ല റൈറ്റ് സൈഡിൽ വേണം അതിൻ്റെ ഓപ്പൺ പ്ലേസ് വരേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കത് ഗ്യാപ്പ് മോർ ഹൈഡ് ചെയ്യാൻ പറ്റും. ആ നാട കിട്ടേണ്ടത് റൈറ്റ് സൈഡിലായിരിക്കണം ഇടുപ്പിൻ്റെ. പിന്നെ അത് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ സേഫ്റ്റി പിൻ വെച്ച് അത് ഫിക്സ് ചെയ്ത ശേഷം പിന്നെ നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഫ്രണ്ട് പ്ലീറ്റ്സിലാണ് കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ എക്സ്ട്രാ മെഷർമെൻ്റ് എടുക്കുമ്പോൾ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അത് നമുക്ക് ആദ്യമായി ബോർഡർ ഉണ്ടല്ലോ നല്ലപോലെ സ്ട്രെച്ച് ചെയ്തിട്ട് നമ്മുടെ സ്കേർട്ടിലോട്ട് സേഫ്റ്റി പിൻ വെച്ച് പിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ സ്ട്രെച്ച് ചെയ്യുക കേട്ടോ. പിന്നെ എന്നതിന് ശേഷം അതിൻ്റെ താഴോട്ട് കുറച്ച് പ്ലീറ്റ്സുകൾ എടുക്കുക. ഒരു 4-5 പ്ലീറ്റ്സ് എത്ര നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ അത്ര പ്ലീറ്റ്സുകൾ എടുത്തിട്ട് നല്ലപോലെ ബാക്കിൽ നിന്നെല്ലാം നല്ലപോലെ സ്ട്രെച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ബാക്കിൽ നിന്ന് സ്ട്രെച്ച് ചെയ്ത് നമുക്ക് നല്ലപോലെ ഷേപ്പ് കിട്ടത്തുള്ളൂ. പിന്നൊക്കെ ലൂസായിട്ട് കിടക്കുകയുള്ളൂ അല്ലെങ്കിൽ. അതുകൊണ്ട് സ്ട്രെച്ച് ചെയ്ത് ബാക്കിൽ നിന്നെല്ലാം വലിച്ചെടുത്ത് അതുപോലെ ഇങ്ങനെ പ്ലീറ്റ്സുകളെല്ലാം എടുക്കുക. എന്ന ശേഷം എത്ര എടുക്കാൻ പറ്റുന്നോ എടുക്കുക. എന്നിട്ട് അത് എടുത്തിട്ട് നമുക്ക് പിന്നെ എഗെയിൻ ഒരു സേഫ്റ്റി പിൻ എടുത്തിട്ട് ആ സ്കേർട്ടിൽ അങ്ങോട്ട് അവിടെ നല്ലപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ 2 സേഫ്റ്റി പിന്നാണ് അവിടെ വേണ്ടത്. പിന്നെ അതിന് ശേഷമാണ് നമ്മുടെ ഫ്രണ്ട് പ്ലീറ്റ്സ് ഉണ്ടല്ലോ അതെടുത്തിട്ട് നമ്മുടെ ബെല്ലിൻ്റെ നേരെ സ്ട്രൈറ്റായിട്ട് അവിടെ ഇൻ ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ അത് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് താഴെ ഉണ്ടല്ലോ കാലിൻ്റെ ചുറ്റും നോക്കുക കേട്ടോ. നമ്മുടെ ലെങ്ത്ത് നോക്കുക. ആ ലെങ്ത്ത് നോക്കിയിട്ട് വേണം നമുക്ക് ഫ്രണ്ട് പ്ലീറ്റ്സ് ഇൻ ചെയ്ത് വെക്കാൻ. ഓക്കെ, അപ്പോൾ അത് എല്ലാവരുടെ ഹൈറ്റിനനുസരിച്ച് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയാണ്.